ട്രംപ് ഭരണകൂടത്തിൻ്റെ ഇമ്മിഗ്രൻസിനെതിരായ നിലപാടുകൾ മിക്കതും സുപ്രീം കോടതി അംഗീകരിക്കുന്നത്, അതിനെ ശരിവയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ 6 പേര് മജോറിറ്റി കൺസർവേറ്റീവാണ്, 3 പേരേ ഉള്ളൂ ലിബറലായിട്ടുള്ളത്. അപ്പോൾ ആ ആശയപരമായ ഒരു സംഘടനം നമുക്കവിടെ കാണാം. എന്തായാലും പുതിയതായ 2 ഉത്തരവുകൾ, സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ശ്രദ്ധ അർഹിക്കുന്നു. ഒന്ന്, ഗ്രീൻ കാർഡുകാരെ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെയും അതേപ്പറ്റി വാർത്ത വന്നിരുന്നതാണ്, നമ്മളും അതേപ്പറ്റി സംസാരിച്ചതാണ്. അപ്പം ഇന്നലെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ഉത്തരവ് വന്നത്. അപ്പോൾ സംഭവം ഇതാണ്. ഈ മുക് ചോയി ലാവു എന്ന് പറഞ്ഞൊരു ചൈനക്കാരൻ 2012 അയാൾ ഈ ഇവിടുത്തെ ഈ ട്രേഡ് മാർക്കുള്ള സാധനങ്ങൾ, അതിന് പകരം വ്യാജ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഏതാണ്ട് 300,000 സാധനങ്ങൾ. അപ്പോൾ അയാളെ പിടികൂടി, കേസായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അയാൾ ചൈനയിലേക്ക് പോയിട്ട്, ചൈനയിലോ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പം അവിടെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾ ഗ്രീൻ കാർഡ് റദ്ദാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം ഇയാൾ പുതുതായിട്ട് അമേരിക്കയിൽ വരാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇയാളെ കടത്തി വിട്ടു. അതിനുശേഷം ഈ കേസിൻ്റെ തീരുമാനം വരാൻ കാത്തിരിക്കുന്നു. പിന്നീട് കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് അയാൾ പ്ലീ ഡീലിന് പോയി. അതായത് കുറ്റം ചെയ്തു, അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ കിട്ടണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇങ്ങനെ കുറ്റം സമ്മതിച്ചതോടുകൂടി ഇയാൾക്കെതിരെ ഇമിഗ്രേഷൻ നടപടികൾ വന്നു. ഇയാളെ പുറത്താക്കാനായിട്ട് തീരുമാനം വന്നു. അപ്പോൾ ഇയാൾ ഇതിൻ്റെ എല്ലാം തുടക്കം ഈ എയർപോർട്ടിലെ ആ പ്രശ്നമാണ്. അപ്പോൾ അതിനെതിരെ ഇയാൾ കോടതിയിൽ പോയി. അപ്പോൾ കീഴ്ക്കോടതികളൊക്കെ ഇയാൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു കേസുണ്ടായതിൻ്റെ പേരിൽ മാത്രം, കേസുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരാളുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കാനാവില്ല. അത് കേസിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹയർ സ്റ്റാൻഡേർഡിൽ വെച്ച് മാത്രമേ ഈ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ പറ്റൂ എന്ന് കീഴ്ക്കോടതികളൊക്കെ വിധിച്ചു. അപ്പോൾ അതിനെതിരെയാണ് ഇയാൾ ഈ കേസ് ഇങ്ങനെ സുപ്രീം കോടതി വരെ എത്തി. അപ്പോൾ ഇത് 2012 നടക്കുന്ന കാര്യമാണ്. അപ്പം അതിനുശേഷം ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുകളൊക്കെ വന്നാണ്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ DHSൻ്റെ ഈ എയർപോർട്ടിലെടുത്ത നടപടി ശരിയാണെന്നാണ് അവരെല്ലാം വാദിച്ചത്. സുപ്രീം കോടതി വരെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും എല്ലാ ഭരണകൂടവും. അപ്പോൾ ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഹയർ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇയാൾക്കെതിരെ കുറ്റം വിധിക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനോ സാധ്യതയുണ്ട്. അങ്ങനെ ഇയാൾക്കെതിരെ കേസ് വന്നിരിക്കുന്നു. അത് കുറ്റക്കാരനാണെന്ന് വിധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇയാൾക്ക് ഗ്രീൻ കാർഡ് റദ്ദാക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ അധികാരമുണ്ടെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവർ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ ഗ്രീൻ കാർഡ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. പലപ്പോഴും ഗ്രീൻ കാർഡ് റദ്ദാക്കുമ്പോൾ പലപ്പോഴും ആദ്യമായിട്ട് അമേരിക്കൻ വിസ അപേക്ഷിക്കുന്ന ആ രീതിയിൽ അവരെ ചിലപ്പോൾ കടത്തി വിട്ടുവെന്ന് വരും ഒരു വിസയിൽ. എന്നിട്ട് അവർ നിയമപരമായിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷനാണ്. അങ്ങനെ കുറ്റകൃത്യങ്ങളിലും കേസുകളിലൊക്കെ പെട്ടാൽ അതൊരു പ്രശ്നം തന്നെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനല്ലല്ലോ അമേരിക്കയിലേക്ക് വന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ 2 വർഷത്തിൽ താഴെയാണെങ്കിൽ അവരെ കയ്യോടെ എക്സ്പെഡൈറ്റഡ് റിമൂവൽ, കയ്യോടെ പുറത്തേക്ക് പറഞ്ഞു വിടുക എന്നൊരു നടപടിക്രമമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അത് ഈ അതിർത്തിയിൽ കൂടെ കടന്നു വരുന്നവരെ, അവർ കടന്നു വന്നാൽ ഉടനെ പിടികൂടിയാൽ ഉടനെ തന്നെ അവരെ ഡീറ്റൻഷൻ സെൻറ്ററിൽ വിട്ടിട്ട് കയ്യോടെ തന്നെ തിരിച്ചയക്കുന്ന പരിപാടിയുണ്ട്. അപ്പം നേരെ മറിച്ച് ഇൻറ്റീരിയറിൽ അകത്ത് ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് ഒരാളെ പിടികൂടിയാൽ ഇല്ലീഗലാണെങ്കിൽ അതിൽ 2 വർഷത്തിൽ കൂടുതൽ താമസിച്ച ഇവിടെ ഉള്ളയാളാണെങ്കിൽ അയാൾക്ക് പലവിധ കൺസിഡറേഷനും കിട്ടും. അയാൾ ഇവിടെ തുടരാൻ അനുവദിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും. പക്ഷേ ഇപ്പം സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അങ്ങനെ അയാളോട് നിങ്ങൾ 2 വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നതാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് 2 വർഷത്തിൽ കൂടുതലായിട്ട് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്, പരിഗണനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാലപരിധിയൊന്നുമില്ല. 2 വർഷമായാലും 10 വർഷമായാലും ഒന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടാവുന്ന ഈ എന്തെങ്കിലും നിയമപരമായ പരിഗണന കിട്ടാനുള്ള ആ ചാൻസൊക്കെയാണ് അതോടുകൂടി ഇല്ലാതാവുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെയും ശക്തമായിട്ട് ഇമിഗ്രേഷൻ
ഈ അറ്റോർണിമാരൊക്കെ രംഗത്തുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിയമമാകും. അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനും അതുപോലെ തന്നെ ലീഗൽ ഇമിഗ്രൻസിനും ദോഷം വരുന്ന രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വിധികളാണ് ഇവ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ.